ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم لعلك باخع نفسك ألا يكونوا مؤمنين إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്നെല്ലാം റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ച ത്യാഗവും സഹനവും, റബ്ബിലുള്ള തവക്കുലും, റബ്ബിന്റെ സഹായം എങ്ങനെ അവരിലേക്ക് എത്തി, എങ്ങനെ അല്ലാഹു വിജയം നൽകി എന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അഖിലവും ഇത്തരം സംഭവങ്ങളാൽ സമ്പന്നമാണ്. പ്രവാചകന് വ്യക്തിപരമായ പ്രശ്നം ഒന്നുമില്ലായിരുന്നു. എൻ്റെ ജനത ഹിദായത്തിലാവണം, തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ ആചാരങ്ങളും ഉപേക്ഷിച്ച് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാകണമെന്ന അതിയായ ആഗ്രഹം. എന്റെ ജനത നരകത്തിന്റെ വിറകുകളാവരുത്. ആക്ഷേപിക്കുമ്പോഴും പ്രവാചകനെ മർദ്ദിക്കുമ്പോഴും ആ മർദ്ദിക്കുന്നവൻ പോലും നരകത്തിലേക്ക് എത്തരുത് എന്ന അതിയായ ആഗ്രഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നയിച്ചത്. അല്ലാഹു തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശുഅറായിൽ, ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനൂ മുഅ്മിനീൻ. പ്രവാചകരെ, അവര് മുഅ്മിനീങ്ങളാവാത്തതിന്റെ പേരിൽ സങ്കടപ്പെട്ട് താങ്കളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുമോ? അല്ലാഹു ചോദിച്ചതാ. ഇവിടെ മാത്രമല്ല, അൽ കഹ്ഫിലും ഓതുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ഇതേ ആശയത്തിൽ ആയത്തുണ്ട്. അൽ കഹ്ഫിലും നിന്റെ ജീവൻ തന്നെ നീ അപകടത്തിലാക്കിയേക്കുമോ? അല്ലാ യകൂനു മുഅ്മിനീൻ, നിന്റെ ജനത മുഅ്മിനീങ്ങൾ ആവുന്നില്ല എന്ന പേരിൽ അല്ലാഹു പറയാണ്, ഇന്നശ, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നുനസ്സിൽ അലൈഹിം മിനസ് സമാഇ ആയത്തൻ, ആകാശ ലോകത്തു നിന്നൊരു ദൃഷ്ടാന്തം ഇറക്കും. അവരെ കഴുത്തുകൾ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ച് തരും. അതിന് പറ്റുന്ന ദൃഷ്ടാന്തം ഇറക്കാൻ നമുക്ക് പറ്റും. പക്ഷെ എല്ലാരും മുഅ്മിനീങ്ങളായിക്കൊള്ളുന്നത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. നബി എന്തിനാ വിഷമിക്കുന്നത്?
അള്ളാന്റെ റസൂൽ എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ അങ്ങനെ? അള്ളാഹുവിന്റെ സൗഭാഗ്യം ലഭിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് ഹിദായത്ത്. കേൾക്കുന്നവരും അറിയുന്നവരും എല്ലാം അത് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പേരിൽ താങ്കൾ വിഷമിക്കേണ്ടതുമില്ല. അള്ളാഹു വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു ദൃഷ്ടാന്തം ആകാശലോകത്തു നിന്ന് ഇറക്കിയാണെങ്കിൽ കഴുത്ത് വെച്ചു കൊടുക്കല്ലാതെ അവർക്ക് ഒരു നിർവാഹവും ഉണ്ടാവുകയില്ല. ഇത് സൂറത്ത് ശുഅറായിന്റെ 3-4 ആയത്തുകളാണ് നിങ്ങൾ ഈ കേട്ടത്. ഇതേ ആശയത്തിൽ സൂറത്ത് യൂനുസിലും അല്ലാഹ് പറയുന്നുണ്ട്, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീആ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരും വിശ്വാസികളാകുമായിരുന്നു. അഫ അന്ത തുക്രിഹുൻ നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. നീ ജനങ്ങളെ വെറുതെ നിർബന്ധിക്കുകയാണോ? വിശ്വാസം നിർബന്ധിക്കാൻ കഴിയുമോ? അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ ഭൂമുഖത്തുള്ള മനുഷ്യരൊക്കെ മുഅ്മിനീങ്ങളാകുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചില്ല. ഈ നിർബന്ധിച്ചിട്ട് എന്താണ് കാര്യം? മാത്രമല്ല, വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു വ്യക്തിക്കും അല്ലാഹു അനുമതി പ്രകാരമല്ലാതെ വിശ്വസിക്കാൻ കഴിയില്ല. നീ എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും പലതവണ നീ പ്രബോധനം ചെയ്തിട്ടും അവര് വിശ്വസിക്കാത്തതിന്റെ ദുഃഖം നിന്നിലുണ്ടല്ലോ. കാര്യമില്ല. അള്ളാന്റെ അനുമതി കിട്ടാതെ ഒരാൾക്കും മോമിനാകാൻ കഴിയില്ല. സൂറത്ത് യൂനുസിലെ 99-100 ആയത്തുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. പ്രവാചകൻ ഈ ദാഹമായിരുന്നു. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം എങ്ങനെ എൻ്റെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന ദാഹം. മക്കക്കാരോ പരിഹാസവും കൂക്കുവിളിയും മർദ്ദനങ്ങളും വിശ്വാസികളെയും സഹിച്ചു പ്രവാചകൻ. ഈ സന്ദർഭത്തിൽ പ്രവാചകന് 2 വ്യക്തികളുടെ പിന്തുണ അത് വലിയ പ്രതിരോധമായിരുന്നു. വളരെ ശ്രദ്ധിക്കണം നമ്മളത്. ഒരാൾ കാഫിറാണ്, മുശ്രിക്കാണ്, മൂത്താപ്പ അബൂ താലിബാണ്, ഖുറൈശികളുടെ നേതാവാണ്. ഖുറൈശികളുടെ നേതാവായ അബൂ താലിബിന്റെ പുത്രൻ, സഹോദരപുത്രനാണ്, സ്വന്തം പുത്രനെ പോലെ സ്നേഹിക്കുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഹിദായത്ത് സ്വീകരിക്കുന്നില്ല. പക്ഷെ മകനേക്കാൾ സ്നേഹം. അത് ഖുറൈശികളെ ഒരു പരിധി വരെ തടുത്തു നിർത്തി. നമ്മുടെ നേതാവിന്റെ മകനെ എങ്ങനെയാണ് നമുക്ക് കൊലപ്പെടുത്താൻ കഴിയുക? ആ അബൂ താലിബ് വഫാത്തായി, കാഫിറായി തന്നെ വഫാത്തായി. രണ്ടാമത്തെ പിന്തുണ അവിടുത്തെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ മുഴുവൻ സമ്പത്തും അള്ളാഹുവിന്റെ റസൂലിന് ചെലവഴിക്കാൻ പറ്റുന്ന വിധം വിട്ടുകൊടുക്കുകയാണ്. ഖുറൈശികൾപ്പെട്ട ചില ആളുകൾ കല്യാണം കഴിഞ്ഞപ്പോ കളിയാക്കി ഖദീജയെ, ഇത്രയും വലിയ മക്കയിലെ പ്രമുഖ സമ്പന്നനായ നീ ഒരു സമ്പത്തുമില്ലാത്ത ദരിദ്രനായ മുഹമ്മദിനെ കല്യാണം കഴിച്ചെന്ന് ചോദിച്ച് കളിയാക്കി. അവർക്ക് കൊടുത്ത മറുപടി അറിയാം. ഖദീജ റളിയല്ലാഹു അൻഹ അവർക്ക് കൊടുത്ത മറുപടി, എന്റെ മുഴുവൻ സമ്പത്തും എന്റെ ഭർത്താവിന് ഞാൻ ദാനമായി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദരിദ്രയാണ്, എന്റെ ഭർത്താവ് സമ്പന്നനാണ്. റസൂലുള്ളാഹിയുടെ ഇഷ്ടത്തിന് ചെലവാക്കാം. ഖദീജ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഘട്ടങ്ങളിൽ പ്രവാചകന് ആശ്വാസമായി ആദ്യം വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ. ആശ്വസിപ്പിച്ചത്, പിന്തുണ നൽകിയത്. ആ അധികം വൈകാതെ ഖദീജയും വഫാത്തായി. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. 2 ശക്തമായ സംരക്ഷകരാണ് ഈ പറഞ്ഞത്. ഒന്ന് മൂത്താപ്പ അബൂ താലിബ് വഫാത്തായി, 2 പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹ അവരും വഫാത്തായി. ഈ സന്ദർഭം മുശ്രിക്കുകൾ പ്രവാചകന് നേരെയുള്ള മർദ്ദനങ്ങൾ ശക്തി കൂട്ടി. മക്കയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ.
ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് ഹിജറ പോകുന്നത്. മക്കയിൽ നിന്ന് ഏകദേശം 60 നാഴിക ദൂരത്തിലാണ്. എന്നാലും മക്കയിലെ കാര്യങ്ങളിൽ വലിയ സ്വാധീനമുള്ളവരാണ് സഖീഫ് ഗോത്രം. തായിഫിലെ മക്കക്കാർക്ക് അവിടെ തോട്ടങ്ങളുണ്ട്. മക്കയിലെ കാര്യങ്ങളിൽ സഖീഫ് ഗോത്രക്കാർക്ക് വലിയ സ്വാധീനമുണ്ട്. ഉമ്മയുടെ വഴിക്ക് ബന്ധുക്കളുമാണ് സഖീഫ് ഗോത്രത്തിലെ പ്രമുഖന്മാർ. മക്കയിൽ ജീവിക്കാൻ പറ്റാത്ത പ്രബോധനത്തിന്റെ മുഴുവൻ മാർഗങ്ങളും അവർ തടയാണ്, നശിക്കുക. പ്രവാചകന്റെ ദാഹം ഇവിടെ അടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കുമെന്ന സ്വന്തം പോറ്റുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുമായി നടന്നു പോവുകയാണ്. ആലോചിച്ചോ, വാഹനത്തിലല്ല, 60 നാഴിക ദൂരത്തേക്ക് നടന്നു പോവുകയാണ്. തായിഫിൽ ചെന്നു. വ്യക്തിപരമായി അവർക്ക് യാതൊരു എതിർപ്പുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഖീഫ് ഗോത്രത്തിന്റെ നേതാവ് അംറിന്റെ 3 മക്കളാണ് അവിടുത്തെ നേതാക്കൾ. അബ്ദുയാലയിൽ മൂത്ത ആൾ, രണ്ടാമത്തെ അനുജൻ, അടുത്ത അനുജൻ മസ്ഊദ്, അതിനും താഴെയുള്ള അനുജൻ ഹബീബ്. ഈ നേതാക്കൾ ഇസ്ലാം ഉൾക്കൊണ്ട് എനിക്കൊരു പിന്തുണ നൽകുകയാണെങ്കിൽ തായിഫിൽ മാത്രമല്ല മക്കയിലും അതിന്റെ ഗുണമുണ്ടാവുമെന്ന് കൊതിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മൂത്ത ആളെ സമീപിച്ചു. അബ്ദിയാലയിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു, അവൻ മാത്രമാണ് ആരാധ്യൻ. നാം ഇപ്പൊ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊന്നും ആരാധ്യരല്ല. നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് അന്നം നൽകുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് നൽകാൻ അല്ലാഹു എന്നെ നിങ്ങളിലേക്ക് റസൂലായി നിയോഗിച്ചിരിക്കുന്നു. ഭയങ്കര കോപം വന്നു. അബ്ദിയാലിന് ഭയങ്കര കോപം വന്നു. നിന്നെയാണ് അല്ലാഹു റസൂലാക്കിയെങ്കിൽ കഅബയുടെ പവിത്രത പിച്ചിച്ചീന്തി എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നിൽക്കണ്ട, പോ, ആട്ടി പുറത്താക്കും. അടുത്ത ആളിൽ ചെന്നു. അടുത്ത അനുജൻ മസ്ഊദ് ബിൻ അംറിന്റെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തോട് ഇതേ വിവരം ആവർത്തിച്ചപ്പോ മസ്ഊദ് ബിൻ അംർ പറഞ്ഞു, അള്ളാഹ്ക്ക് നിന്നല്ലാതെ വേറെ ആരെയും റസൂലാക്കാൻ കിട്ടിയില്ലേ? പറ്റിയ ആൾക്കാരൊക്കെ തായിഫിലുണ്ടായിരുന്നല്ല, റസൂലാക്കാൻ പറ്റിയവരൊക്കെ തായിഫിലും മക്കയിലും ഉണ്ടല്ല. നിന്നെ ആട്ടിപ്പറഞ്ഞ. മൂന്നാമത്തെ ആളിൽ ചെന്നു ഹബീബ് ബിൻ അംർ. മനസ്സൊന്നും ആലോചിച്ചു, പ്രതീക്ഷയോടെ ചെന്നിട്ട് ആട്ടിപ്പുറത്താക്കുന്ന ഒരവസ്ഥ. അദ്ദേഹത്തോട് ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മ ഇത് സംസാരില്ല, വർത്താനത്തിന് എനിക്ക് നേരമില്ല. നീയെങ്ങാനും ശരിക്കും റസൂലാണെങ്കിൽ, നീയെങ്ങാനും പറഞ്ഞ മറുപടി നോക്കിയ, നീയെങ്ങാനും ശരിക്കും അല്ലാണ്ട് റസൂലാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് അപകടമാവും എനിക്ക്. നീ കള്ള റസൂലാണെങ്കിൽ കള്ളന്മാരായിട്ട് വർത്താനം പറയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് വർത്താനം വേണം. റസൂലുള്ളാഹി ഒരപേക്ഷ അവരുടെ മുമ്പിൽ സമർപ്പിച്ചു. നിങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ കാര്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ വിവരം മക്കക്കാരിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കണം. ജനങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളെ ഇഷ്ടമാണ്. സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ വന്നതും നിങ്ങളോട് നിങ്ങളുടെ മറുപടിയും ജനങ്ങളിൽ നിന്ന് നിങ്ങൾ മറച്ചു പിടിക്കണം. ഒരപേക്ഷ. പക്ഷെ ആ ദുഷ്ടന്മാർ അതിനും തയ്യാറായില്ല. നാട്ടിലൊക്കെ പുതിയ റസൂൽ വന്ന് ആട്ടിപ്പായിക്കടാന്ന് പറഞ്ഞ് തെരുവ് പിള്ളേരെ കൊണ്ട് ആട്ടിപ്പായിച്ചു. കല്ലെറിയാൻ തുടങ്ങി. ആലോചിച്ച് നോക്കണം, അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ചെയ്ത കുറ്റം ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണം. തെരുവുള്ളവർ കല്ലെറിയാണ്. സെയ്ദ് ബിൻ ഹാരിസ പലപ്പോഴും പ്രവാചകനെ പൊതിഞ്ഞു നടന്നിരുന്നു. അള്ളാന്റെ റസൂലിന്റെ നേരെ വരുന്ന കല്ലുകൾ സ്വന്തം പുറം കാണിച്ചു കൊള്ളുകയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു.
തളർന്നു, കുഴഞ്ഞു. തായിഫിന്റെ അതിർത്തി എത്തിയപ്പോൾ ഒരു മുന്തിരിത്തോട്ടം കണ്ടു. അവിടേക്ക് വേഗത്തിൽ കയറിയിരുന്നു, തളർന്നിരുന്നു. എന്തായിരിക്കാം മനസ്സ്? ആലോചിച്ചു. എത്രമാത്രം ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. ആ തോട്ടത്തിലെ മതിൽ ചാരി അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ഹൃദയംഗമായൊരു പ്രാർത്ഥന ഹദീസുകളിൽ വന്നത്, അല്ലാഹുമ്മ ഇലൈക അഷ്കൂ, റബ്ബേ നിന്നോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. എന്റെ ബലമില്ലായ്മ, ശക്തിയില്ലായ്മ, എന്റെ ബലഹീനത റബ്ബേ നിന്നോട് ഞാൻ ആവലാതിയായി ബോധിപ്പിക്കുന്നു. ഒരു തന്ത്രങ്ങളും കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ അല്ലാഹുവേ. ജനങ്ങൾ എന്നെ അപമാനിക്കുകയും നിസ്സാരമാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ റബ്ബേ നിന്നോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. കരുണാവാരിധിയായ, കാരുണ്യം ചെയ്യുന്നവരിലെ ഏറ്റവും കരുണീതമനായ റബ്ബേ എന്റെ സങ്കടം ഞാൻ നിന്നോട് ബോധിപ്പിക്കുന്നു. അന്ത റബ്ബുൽ മുസ്തദഈഫീൻ, ബലഹീനരുടെ അടിച്ചമർത്തപ്പെട്ട റബ്ബാണല്ലോ നീ. വഅന്ത റബ്ബി, നീ എന്റെ റബ്ബുമാണല്ലോ. ഇലാമാ തക്കൽനി റബ്ബേ, എന്നെ ആരെയാണ് നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ബലഹീനരായ മർദ്ദിതരായ ജനതയുടെ റബ്ബല്ലേ നീ, എന്റെ റബ്ബല്ലേ. എന്നിട്ട് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഈ ദുഷ്ടന്മാർക്കാണോ? എന്നെ ആക്രമിക്കുന്ന, എന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണോ റബ്ബേ നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? എന്നിട്ട് റസൂൽ പറയുന്ന അടുത്ത വാക്കൊന്നും കേട്ട, ഇല്ലം യകുൻ ബിക ഖളബുൻ അലയ്യ ഫലാ ഉബാലി. റബ്ബേ എന്നാലും റസൂൽ പറയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് റസൂൽ പറയാണ്, റബ്ബിനോട് പറയാണ്, എന്നാലും നിനക്ക് എന്റെ നേരെ കോപമില്ലെങ്കിൽ ഫലാ ഉബാലി, ഇതൊന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല. കല്ലേറ് കൊണ്ടതും പരിഹസിക്കപ്പെട്ടതും ആട്ടി ഓടിപ്പിക്കപ്പെട്ടതും എന്റെ പ്രശ്നം, അതെനിക്കൊരു വിഷയമല്ല. നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ. ഈ കാഴ്ച രണ്ടാൾ കണ്ടുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഷ്ടപ്പെട്ട് തളർന്നുള്ള ഇരിപ്പും നബി പറഞ്ഞെന്താണെന്ന് അവർ കേട്ടില്ല. കയ്യുയർത്തി ഇങ്ങനെ പറയുന്നല്ലാതെ അവർ കണ്ടില്ല. എന്തു പറഞ്ഞു എന്ന് കണ്ടില്ല. തൊട്ടടുത്ത് സയ്യിദ് ബിൻ ഹാരിസയുണ്ട്. രണ്ടുപേർ ആരുടെ തോട്ട? മക്കയിൽ പ്രവാചകനെ ഏറ്റവും എതിർക്കുന്ന ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും മുന്തിരിത്തോട്ട. രക്ഷക്ക് വേണ്ടി വേഗം കയറിയിരുന്നതാ. ആരെ എന്തെന്നൊന്നും അന്വേഷിച്ചില്ല. പിള്ളേരെ ഏറിന്ന് രക്ഷപ്പെടാൻ മതിലിന്റെ അകത്ത് കണ്ട് കയറിയിരുന്നു പോയതാണ്. മക്കയിൽ പ്രവാചകനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഉത്ബത്ത് ബിൻ റബീഅയുടെയും ശൈബത്ത് ബിൻ റബീഅയുടെയും മുന്തിരിത്തോട്ടമാണ്. ആ രണ്ടാൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. പാറയിൽ നിന്ന് പിളർന്ന് ജലമൊഴുകുന്നത് പോലെ ആ ദുഷ്ടന്മാരിൽ നിന്ന് ഒരു അനുകമ്പ ആ റസൂലിനോട് അവർക്ക് തോന്നി. ആ ഇരിപ്പും തളർച്ചയും കണ്ടിട്ടേ ക്രിസ്ത്യാനിയായ വേലക്കാരനെ വിളിച്ചു. അദ്ദാസ്, ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരിങ്ങ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആരിന് കൊടുക്കാൻ പറ്റുന്ന ആലോചിച്ചോക്കണം. ഈ പ്രാർത്ഥന പോയപ്പോ ആ കരിമ്പാറ പൊട്ടുകയാണ് അവിടെ. ഈ പ്രാർത്ഥന റബ്ബിലേക്ക് പോയപ്പോ തുടങ്ങുകയാണ് അവിടെ. ദുഷ്ടന്മാരുടെ ഹൃദയത്തിലും കനിവ് കൊടുക്കണമല്ല. ഒരു വലിയ വലിയ കുലമുന്തിരി അദ്ദാസ് പാത്രത്തിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. റസൂലുള്ളാഹി തിന്നാതെ വേറെ ആള് തിന്നൂല. റസൂലുള്ളാഹി ഒരു മുന്തിരി എടുത്ത് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചു. അദ്ദാസ് അമ്പരന്നു. ഈ അടിമ, ഈ വേലക്കാരൻ, അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടുകാർ ഇങ്ങനെ തിന്നുമ്പോ ഒന്നും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഈ നാട്ടിൽ ആരും താങ്കൾ ഇപ്പൊ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല എന്ന് പറയാറില്ലല്ലോ. റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു അദ്ദാസിനോട്, നിന്റെ നാടേത്, നിന്റെ മതമേത്? അദ്ദാസ് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ നീനുവ നാട്ടുകാരനാണ്, നീനുവ പട്ടണത്തിലാണ്, ഇവിടെ വന്ന് പെട്ടതാ. റസൂലുള്ളാഹി തിരിച്ചൊരു ചോദ്യം. അപ്പോൾ പുഞ്ചിരിയോടെ റസൂലുള്ളാഹി അദ്ദാസിന്റെ മുഖത്തേക്ക് ചോദിച്ചിട്ട്, യൂനുസ് ബിൻ മത്തായുടെ നാട്ടുകാരനാണോ നീ? യൂനുസ് ബിൻ മത്ത, നമ്മ പഠിച്ചിട്ടുണ്ട് യൂനുസ് നബിയെ കുറിച്ച്. നീ യൂനുസ് ബിൻ മത്തായുടെ നാട്ടുകാരനാണോ? കൂടുതൽ അമ്പരന്ന് പോയി അദ്ദാസ്. പണ്ട് കഴിഞ്ഞുപോയ യൂനുസിനെ കുറിച്ച് താങ്കൾക്ക് എങ്ങനെ അറിയാം? അടുത്ത ചോദ്യം അബ്ദാസ്. എന്നോ മരിച്ചുപോയ യൂനുസ് ബിൻ മത്തായെ കുറിച്ച് താങ്കൾക്ക് എങ്ങനെ അറിയാം? റസൂലുള്ളാഹി പറഞ്ഞത്, കാന അഖീ, എന്റെ സഹോദരനായിരുന്നു. അത് കാന നബിയൻ, അല്ലാഹുവിന്റെ നബിയായിരുന്നു യൂനുസ്. വ അന നബിയുൻ, ഞാനും നബിയാണ്, അതുകൊണ്ട് എന്റെ സഹോദരനാണ്. അബ്ദാസ് ആസകലം പൂണ്ടുപിടിച്ചു, റസൂലിനെ ശിരസിൽ ചുംബിച്ചു, കൈകളിൽ ചുംബിച്ചു. ഈ കാഴ്ചയും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ മുസ്ലിമായി, അപ്പൊ തന്നെ മുസ്ലിമായി. ഇതാണ് തായിഫിലെ കേണപേക്ഷിച്ചിട്ട് ആട്ടിവിട്ടതിന്റെ ഒരു മറുപടി. നബി ക്ഷണിക്കാതെ തന്നെ നബിയെ മനസ്സിലാക്കിയിട്ട് അദ്ദാസ് മുസ്ലിമാണ്. നോക്കണം, അള്ളാഹു എങ്ങനെയാണ് അപ്പോ ഒന്നിന് പകരം മറ്റൊന്ന് എങ്ങനെ നൽകുന്നു എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അദ്ദാസ് ചെന്നപ്പോ ഉത്തുബത്ത് പറഞ്ഞു, നീ നശിക്കട്ട യജമാനൻ, നീ അയാളെന്തിനാ അങ്ങനൊക്കെ കാണിച്ചത്? കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും. അദ്ദാസ് പറഞ്ഞു, യജമാനന്മാരെ, ലോകത്ത് ആ മനുഷ്യനേക്കാൾ ഉത്തമനായി ഇന്ന് വേറൊരാളുമില്ല. അവര് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധിക്കണം. അതിനേക്കാൾ നല്ലത് നിന്റെ മതമാണ് കേട്ടോ. ഇന്നിവിടെ നമ്മളെ കൗമ കാണിച്ചു കൊടുക്കുന്നത് സൂത്രമാണ്. ക്രിസ്തു മതമാണ് നല്ലത്, മുഹമ്മദ് പറയുന്ന മതത്തേക്കാൾ നല്ലത് ക്രിസ്തു മതമാണെന്ന് ഈ മുശ്രിക്കുകൾ അദ്ദാസിനോട് പറഞ്ഞു. അപ്പൊ ഇവിടെ കേണപേക്ഷിച്ച് ദാഹിച്ച് വിഷമിച്ച് റബ്ബിലേക്കുള്ള ആ ക്ഷണം ആരെങ്കിലും ഒരാൾ സ്വീകരിക്കുമെന്ന് കരുതി ചെന്ന റസൂലുള്ളാഹ് കല്ലേറുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോ റബ്ബിലേക്ക് സമർപ്പിച്ചപ്പോ പ്രതീക്ഷിക്കാത്ത ഒരാൾ മുസ്ലിം ആവുക. ഇതാണ് അള്ളാന്റെ സഹായം വിചാരിക്കാത്ത രീതിയിൽ വരും എന്നതിന്റെ ഒരു സംഭവമാണ്. നാം നമ്മുടെ ഹിദായത്തിൽ രക്ഷിക്കുക. പലതൊക്കെ കാണും, പലരൊക്കെ കാണും, നമ്മുടെ ഇടയിൽ കാണും പലതും. നമ്മുടെ ദീൻ നഷ്ടപ്പെടാൻ അത് ഇടയാവരുത്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവരോ നമ്മുടെ പുറത്തുള്ളവരോ പല രീതിയിലും പല കോലത്തിലും കാണുമ്പോ നമ്മുടെ ദീൻ നഷ്ടപ്പെടാതെ, ഈമാൻ നഷ്ടപ്പെടാതെ നിലനിൽക്കണം. പല തമുത്തുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. അല്ലാഹു പരമകാരുണ്യകനായ തമ്പുരാൻ നമ്മളെല്ലാവരെയും മുസ്ലിമായി മരിപ്പിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാ. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, അവിടുന്ന് റസൂലുള്ളാഹി സെയ്ദ് ബിൻ ഹാരിസ നടന്നു മക്കയിലേക്കുള്ള വഴിയിലൂടെ
നടന്ന് നടന്ന് കർണുൽ മനാസിലെത്തി. ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ. കർണുൽ മനാസിൽ നമുക്ക് കേട്ടുപരിചയമുള്ളതാണ്. തായിഫുകാർക്കും തായിഫിലൂടെ വരുന്നവർക്കും ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള സ്ഥാനമാണ്. ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള സ്ഥാനങ്ങളുടെ പേരെണ്ണുമ്പോ അതും കൂടി കേൾക്കാം. ആ റൂട്ടിൽ വരുന്നവർക്കുള്ളതാണ്. നമുക്ക് യലംലാം മദീനത്ത് നിന്ന് പോകുമ്പോ ദുൽഹുലൈഫയാണ്. ഓരോ പ്രദേശത്തുകാർക്കും ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള മനാസിലുകൾ വ്യത്യസ്തമാണ്. തായിഫുകാർക്കും ആ മാർഗത്തിലൂടെ വരുന്നവർക്കും ഇഹ്റാമിൽ മക്കയുടെ അതിർത്തി പ്രദേശം. അവിടെ എത്തിയപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി നോക്കുമ്പോൾ എല്ലായിടത്തും നല്ല വെയിലുണ്ട്, പക്ഷെ റസൂലുള്ളാഹി സെയ്ദ് നിൽക്കുന്നിടത്ത് ഭയങ്കര തണലുണ്ട്. മുകളിലേക്ക് നോക്കിയപ്പോ മേഘം തണലിടുന്നു. അതിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം സലാം ചൊല്ലിക്കൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കൂടെ അള്ളാഹു മറ്റൊരു മലക്കിനെ കൂടി അയച്ചിട്ടുണ്ട്. മലക്ക് ജിബാൽ, പർവ്വതങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിച്ച മലക്ക്. ആ മലക്ക് ജിബാൽ കൂടി താങ്കൾ എന്ത് കൽപ്പിക്കുന്നുവോ അതുപോലെ ചെയ്യാൻ റബ്ബിൽ നിന്ന് കൽപ്പന കിട്ടിയിട്ടാണ് മലക്ക് ജിബാൽ വരുന്നത്. ഉടനെ പ്രവാചകന് സലാം ചൊല്ലുന്നു. മലക്ക് ജിബാൽ, പർവ്വതങ്ങളുടെ മലക്ക്. റസൂൽ സലാം മടക്കി. എന്നിട്ട് ആ മലക്ക് റസൂലോട് പറഞ്ഞു, താങ്കളുടെ ജനത മക്കക്കാരും അടക്കം താങ്കളോട് ചെയ്തത് റബ്ബ് കണ്ടിരിക്കുന്നു. ആ മതിലുചാരിന്ന് പ്രാർത്ഥിച്ചില്ലേ, റബ്ബേ നീ എന്നെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്? എന്റെ കഴിവില്ലായ്മ ഞാൻ നിന്നോട് സങ്കടം പറയുന്നു. ഉത്തരമാണ് ഈ വരുന്നത്. ഉത്തരമാണ് സഹോദരങ്ങളീ വരുന്നത്. റസൂലെ, താങ്കളുടെ ജനം താങ്കളോട് ചെയ്ത അന്യായം റബ്ബ് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നോട് കൽപ്പിച്ചു, താങ്കൾ പറയുന്ന പോലെ അവരെ നശിപ്പിക്കാൻ അല്ലാഹു ഓർഡർ ഇട്ടിരിക്കുകയാണ്. താങ്കൾ പറയണം, ഞാൻ മക്കയുടെ ചുറ്റുമുള്ള മലകളെ കൂട്ടിയരച്ച് അവരെ ഒന്നടങ്കം നശിപ്പിക്കാൻ തയ്യാറാണ് റസൂലെ, താങ്കൾ പറയുമെങ്കിൽ. അവിടെ ഒന്ന് പരീക്ഷിക്കാൻ റസൂൽ. നമ്മളാണെങ്കിൽ എന്താ പറയാ, എന്നാ വൈകണ്ട വേഗായിക്കോട്ടെ എന്നല്ലേ. റസൂൽ പറഞ്ഞു, പാടില്ല, അറിവില്ലാത്തവരാണ്. റബ്ബേ പുറത്തു കൊടുക്കവർക്ക്, അറിവില്ലാത്തവരാണ് അവര്. എന്നിട്ട് റസൂൽ പറയുന്നു, അർജു അയ്യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു വലാ യുശ്രികു ബിഹി ശൈഅ. റബ്ബേ, ഞാൻ കൊതിക്കുന്നത് അവരുടെ നാശമല്ല, അവരുടെ മുതുകുകളിൽ നിന്ന് പുറത്തു വരുന്ന സന്താനങ്ങളെങ്കിലും മൻ യഅബ്ദുല്ലാഹു വഹ്ദഹു, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന മക്കൾ, അവരിൽ നിന്ന് പുറത്തു വരണമെന്ന് ഞാൻ കൊതിക്കുന്നു. അവര് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരുടെ തലമുറ ഏകനായ റബ്ബ് വലാ യുശ്രികു ബിഹി ശൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരു തലമുറ അവരിൽ നിന്ന് അല്ലാഹു ഉണ്ടാക്കണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ റസൂലിന്റെ കാരുണ്യം, ഇത്രമാത്രം പരീക്ഷണങ്ങളും മർദ്ദനങ്ങളും കേട്ടിട്ടും അവരെ നശിപ്പിക്കാൻ അല്ലാഹു ഓർഡർ കൊടുത്തു വന്ന് മലക്കിനോട് പറയാണ്, പാടില്ല, അറിവില്ലാത്തവരാണ് അവര് വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ മക്കൾ അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഗുണപാഠമുണ്ടതിൽ. നമ്മൾ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോ ആ രീതി, ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അവര് അതിർത്തിയിലെത്തി. മക്കളെ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെ കടക്കും? എങ്ങനെ അവർ കടത്തില്ല? അവരറിഞ്ഞു കഴിഞ്ഞു തായിഫിലേക്ക് പോയ വിവരം. മക്ക വിട്ട് തായിഫിലേക്ക് പോയ നമുക്കിനി മക്കയിലേക്ക് കടക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി
ചില നേതാക്കന്മാരെ ബന്ധപ്പെട്ടു. ആരും അഭയം കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം മുശ്രിക്കായ കാഫിറായ മുത്ഇബിന് അദിയ്, കാഫിറാണ്, ശ്രദ്ധിക്കണം. ആരാണ് മുന്തിരി കൊടുത്താച്ചത്? ഇവിടെ മക്കയിലെ മുശ്രിക്കായ കാഫിറായ പ്രവാചകന്റെ ആദർശത്തെ എതിർക്കുന്ന മുത്ഇബിന് അദിയ് അഭയം നൽകാൻ തയ്യാറാവുന്നു. നല്ല മക്കളുണ്ട് മൂപ്പർക്ക്, എന്തിനും പോലും കുറെ മക്കളുണ്ട്. പിന്നെ ആൾക്കാർ പണിക്കാർ വേറെ. താങ്കൾക്ക് സുരക്ഷിതമായി മക്കയിൽ പ്രവേശിക്കാം, ആരും ഒന്നും ചെയ്യില്ല. അദ്ദേഹം ഉടനെ ആയുധങ്ങൾ അണിഞ്ഞു. മക്കളോടെല്ലാം പണിക്കാരോടെല്ലാം ആയുധമണിയാൻ കൽപ്പിച്ചു. എന്നിട്ട് കഅബയുടെ നാനാവശത്ത് നിൽക്കാൻ പറഞ്ഞു. വിളിച്ചു പറഞ്ഞു, മുത്തീബിന് അദിയ് വിളിച്ചു പറഞ്ഞു, മുഹമ്മദിന് ഞാൻ അഭയം നൽകിയിരിക്കുന്നു. ഒരാളും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പാടില്ല. ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞാനും എന്റെ മക്കളും എന്റെ ആളുകളും അവരോട് യുദ്ധം ചെയ്യും. മുസ്ലിമായിട്ടില്ല. അബൂജഹൽ ചോദിച്ചു, മുത്തീബേ, മുഹമ്മദിന്റെ മതം നീ സ്വീകരിച്ച? ഞാൻ മതം സ്വീകരിച്ചിട്ടില്ല, അഭയം നൽകിയിരിക്കുന്നു. അബൂജഹൽ പരാജയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ അഭയം കൊടുത്തവന് ഉപദ്രവിക്കാൻ ഞങ്ങൾക്കാവില്ല. റസൂലുള്ളാഹി കഅബയുടെ മുറ്റത്ത് 2 റക്അത്ത് നമസ്കരിച്ചു. സുരക്ഷിത കാവലുണ്ട് വരക്ക. വീട്ടിലേക്ക് കാവലിൽ, ഈ ആളുകളുടെ കാവലിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. എങ്ങനെയാണ് അല്ലാഹു സഹായിക്കുന്നു നോക്കണം. മൂമിനിലൂടെ, മുശ്രിക്കിലൂടെ, കാഫിറിലൂടെ അല്ലാഹ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്ഷമ അവലംബിക്കുമ്പോൾ, റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ, റബ്ബിനോട് തവക്കലാക്കുമ്പോൾ, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം തൊട്ടടുത്തുണ്ട് എന്ന് റബ്ബിന്റെ സന്തോഷ വാർത്ത. അല്ലാഹു 2 ലോകത്തും നമ്മളെ സഹായിക്കുമാറാകട്ടെ, വിജയിപ്പിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ അല്ലാഹു പരാജയപ്പെടുത്തുകയും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഇസ്സത്തോടെ ജീവിക്കാനും മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നവംബർ മാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ്. ഈ പള്ളിയുടെ, നമുക്കറിയാം, നമ്മൾ പലതിനും പുണ്യകർമ്മം ചെയ്യുന്നവരാണ്. പള്ളിയായി ബന്ധപ്പെട്ട പുണ്യകർമ്മത്തിന്റെ ശ്രേഷ്ഠത ഞാൻ ആവർത്തിക്കേണ്ടതില്ല. അത് അവിടെ ഉണ്ടാവും. നിങ്ങൾ പള്ളിയുടെ പരിപാലനം എന്ന ലക്ഷ്യത്തിൽ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ഈ കമ്മിറ്റിക്കാര് തിരുമറി നടത്തിയാൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ അത് വീണ് കഴിഞ്ഞു. പിന്നെ ഇവരെ കാര്യം അത് നോക്കിക്കോളും. അതുകൊണ്ട് ഇന്ന് വെച്ച ബക്കറ്റ് ഈ പള്ളിയുടെ പരിപാലനത്തിനുള്ളതാണ്. അത് പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.